UDF-മായി കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന നിർണായക ചർച്ച ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രവേശനം വേണമെന്നാണ് അൻവറിന്റെ ആവശ്യം. തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്റർ പദവി വഹിക്കുന്ന അൻവർ പാർട്ടി വിട്ട് പുറത്തു വന്നാൽ മുന്നണിയുമായി സഹകരിപ്പിക്കാം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പ്രവേശനം വേണം എന്നാണ് അൻവറിന്റെ ആവശ്യം. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്റർ പദവി വഹിക്കുന്ന അൻവർ പാർട്ടി വിട്ട് പുറത്തു വന്നാൽ മുന്നണിയുമായി സഹകരിപ്പിക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ 10 മണിയോടെയാണ് ഇത് യോഗം നടക്കുന്നത്. ഇന്ന് PV അൻവർ MLA ആയിരുന്ന, അതായത് നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ഇന്ന് UDF നേതാക്കളെ കാണും. അതായത് പ്രധാനമായും VD സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുമാണ് കാണുന്നത്. ഇവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു തീരുമാനത്തിലെത്തുന്നത്. ഏതായാലും UDF-ലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ പ്രത്യേകിച്ചും PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കോൺഗ്രസും അതോടൊപ്പം UDF-ന്റെ നിലപാട് PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ മാത്രം മുന്നണിയുമായി സഹകരിപ്പിക്കാം, പുതിയ പാർട്ടി രൂപീകരിച്ചാലും സഹകരിപ്പിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് യോഗമുണ്ടാവുക. യോഗത്തിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയാൽ മാത്രം ഈ മുന്നണിയുമായി സഹകരിപ്പിക്കുന്ന കാര്യത്തിലേക്ക് വരും. ഏതായാലും നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ തന്നെ PV അൻവറിനെ ഇനി ജയിക്കാൻ ഒരു പിന്തുണ ആവശ്യമാണ്. ആ ഒരു പിന്തുണയുടെ ഭാഗമായി തന്നെയാണ് UDF-മായി സഹകരിക്കാൻ വേണ്ടി UDF-ൽ ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നിന്ന് പിന്മാറി വന്ന് പുതിയ പാർട്ടി രൂപീകരിച്ചോ അല്ലാതെയോ നിലനിന്നാൽ മാത്രം UDF-മായി സഹകരിപ്പിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി വിഷ്ണു.